അതുകൊണ്ട് ആ പുറകിലുള്ള ചരടുവലി, കെണി, ഈ പറയുന്ന പോലെ അഭിനയം, വിവിധ മുഖൂട്ടകൾ, വിവിധ സ്വാതന്ത്ര്യത്തിന്റെ ജനാധിപത്യത്തിന്റെ മുഖംമൂടി അണിയിച്ച് ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നിരവധി പരിപാടികളിൽ ഒന്നായിരുന്നു ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ അടിയന്തരാവസ്ഥയെ ഒരു വിധത്തിലും പിന്തുണയ്ക്കുന്നയാളല്ല. തീർച്ചയായും അത് ഏകാധിപത്യത്തിന്റെയും ഒരു ബോണപ്പാർട്ടിസ്റ്റ് കൂവിന്റെയും ഭാഗമായി ഇന്ത്യൻ ജനത നേടിയെടുത്ത സ്വാതന്ത്ര്യം അപഹരിച്ച് അതിനെ തകർക്കേണ്ടത് തന്നെയായിരുന്നു. പക്ഷേ അതിനെതിരായി വന്ന അതിന്റെ ചുങ്കം, അതിന്റെ കഴുക്ക്, അതിന്റെ ആങ്കറായി പ്രവർത്തിച്ചത്, അതിന്റെ നങ്കൂരമായി പ്രവർത്തിച്ചത്, അതിന്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയതും RSS ആയിരുന്നു എന്ന് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് 2014 വരാം. 2014 പ്രസ്ഥാനത്തിന്റെ മുഖം മൂടി അഴിമതി വിരുദ്ധതയായിരുന്നു. ഗാന്ധിയനായിരുന്നു അണ്ണാ ഹസാരെ. എങ്ങനത്തെ ഗാന്ധിയൻ? അതോറിറ്റേറിയൻ ഗാന്ധിയൻ. തന്റെ ആശ്രമത്തിൽ ആരെങ്കിലും സിഗരറ്റ് വലിച്ചാൽ അയാളെ ചാട്ടവാറടിക്കുന്ന രീതിയിലുള്ള ഒരു വികൃതമായിട്ടുള്ള ഗാന്ധിയൻ ഒരു വ്യക്തി. ഇദ്ദേഹത്തെ മുന്നിൽ കാണിച്ചുകൊണ്ട് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗത്തിന് രാജിവെച്ച ഒരാളെ മുഖംമൂടിയാക്കി വെച്ചുകൊണ്ട് കൃത്യമായി RSSന്റെ ബുദ്ധികൾ, അതിലൊന്ന് ഞാൻ പറയാം, എനിക്ക് പറയുന്ന വ്യക്തിയാണ് ഗോവിന്ദാചാര്യ. ആദ്യത്തെ BJPയുടെ RSS ജനസംഘത്തിന്റെയും BJPയുടെയും സൂക്ഷ്മ ബുദ്ധിയായിരുന്ന വിദ്യാർത്ഥി പരിഷത്തിന്റെ നേതാവായി പിന്നീട് BJPയിൽ നിന്ന് അകലം പാലിച്ചു പോയ ഗോവിന്ദാചാര്യ കഴിഞ്ഞില്ല. ഇന്ന് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറായ ഡോവൽ തലവനായ വിവേകാനന്ദ ട്രസ്റ്റ്, താങ്കൾക്ക് ഇതൊക്കെ അറിയാമായിരിക്കും, താങ്കൾ ഡൽഹിയിൽ ഇപ്പോഴും തുടരുന്നയാളാണ്, ഞാൻ ഈ പേരുകളൊന്നും താങ്കളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ല. വിവേകാനന്ദ ട്രസ്റ്റ് ആയിരുന്നു ഒരു ബുദ്ധി, പുറകിലെ ബുദ്ധി, ഒരു എന്താ പറയണ്ട ഈ പാവകളെ ചലിപ്പിച്ചിരുന്ന ബുദ്ധി. ഗോവിന്ദാചാര്യ അവർ നിരന്തരമായി BJPയുടെ നേതൃത്വമായി പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് എന്തിന് നമ്മുടെ സഖാവ് ബൃന്ദ കാരറ്റിനെ പോലും അത് ആ സ്റ്റേജിൽ എത്തിച്ചു. ഓർമ്മയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ചെറിയാനെ. ബൃന്ദ കാരറ്റ് അതിനെ പിന്തുണച്ചുകൊണ്ട് അപ്പോൾ നമ്മളുടെ മനസ്സ്, നമ്മളിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ ബോധം പറഞ്ഞു ഇത് അപകടമാണല്ലോ പോകുന്നത്, ഇത് ഒരു ഹൈജാക്ക് എന്നുള്ള ഇംഗ്ലീഷ് വാക്കില്ലേ, ഇതെവിടേക്കാണ് തട്ടിക്കൊണ്ടു പോകുന്നത്. ഇപ്പോൾ നമ്മൾക്ക് മനസ്സിലായി 2014 നടന്ന നാടകം എവിടെയാണ് ഇന്ത്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചിരുന്നത് എന്ന് വ്യക്തമാക്കി. ഞാൻ ചെറിയാനോട് ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് കേരളത്തിൽ പത്രപ്രവർത്തനം നടത്തുമ്പോൾ ആണ് ഈ പ്രസ്ഥാനത്തോടുള്ള കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം കണ്ട് ഞാൻ ഞെട്ടിയത്. കുറച്ച് പേരുകൾ പറയാം. MN കാരാശ്ശേരി, ഗാന്ധിയൻ, കഴിഞ്ഞില്ല. B രാജീവൻ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ്, മാർക്സിസ്റ്റ്, പ്രബുദ്ധ മാർക്സിസ്റ്റ്. സാറ ജോസഫ്, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന വനിതാ സാഹിത്യകാരി. ഞാൻ എങ്ങനെ നീട്ടി പറയുകയല്ല, ഇവർ മാത്രം പറഞ്ഞാൽ മതി. ഇവരുടെ 3 പേരും അത്യാഹ്ലാദത്തോടെ ഡൽഹിയിലേക്ക് പോയി കെജ്രിവാളിനെ കണ്ടുകൊണ്ട് കേരളത്തിൽ എങ്ങനെ ആപ്പുണ്ടാക്കാം എന്ന് അന്വേഷിച്ച വ്യക്തികളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിലെ എത്ര വേഗമാണ് ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ മാത്രം യോജിക്കുന്ന ഇവർ എല്ലാവരും ഒരുമിച്ചുകൊണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മാതൃഭൂമിയുടെ എഡിറ്റോറിയൽ പേജിൽ കോളത്ത് രാജീവൻ നെഗ്രിയുടെയും യൂറോപ്യൻ മാർക്സിസത്തിന്റെ ആളാണ്. അദ്ദേഹം പറയാണ് ഇത് വലിയ മൾട്ടിറ്റ്യൂഡിന്റെ ബഹുജന സഞ്ചയം, അവർ യൂറോപ്പ് സ്വപ്നം കണ്ട ബഹുജന സഞ്ചയം ഇന്ത്യയിൽ വിപ്ലവം നടത്തുന്നു. സാറ ജോസഫ് അത് ഫെമിനിസ്റ്റ് വിപ്ലവമായി കണ്ടു, കാരാശ്ശേരി അത് ഗാന്ധിയൻ വിപ്ലവമായി കണ്ടു.